ഒരുപാട് കാലങ്ങളായിട്ട് മലയാള സിനിമയുടെ ജേണിയെ നോക്കിക്കാണുന്ന ഒരാളാണ്. ഇന്നത്തെ മലയാള സിനിമയെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അതൊരു എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസ് കാലത്തിനെ അതിജീവിച്ച് നിൽക്കണം. കാലം തേച്ചു മായ്ച്ചു കളയുന്ന കലകൾ അതൊക്കെ പൂർണ്ണമായിട്ടൊരു കലയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നു. ഉദാഹരണമായിട്ട് സത്യജിത്രയുടെ പതേർ പാഞ്ചാലി ഇന്ന് ഇവിടെ പ്രദർശിപ്പിച്ചാലും, അതല്ലെങ്കിൽ അരുന്ധത്തിൻ്റെ കുമ്മാട്ടിയോ അല്ലെങ്കിൽ തമ്പോ പ്രദർശിപ്പിച്ചാലും ഇപ്പോഴും കുറേ ഓഡിയൻസ് കാണും. പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കുന്ന സിനിമകൾ ഒരു 10 വർഷം കഴിഞ്ഞ് വീണ്ടും കാണണമെന്ന് സൂചിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷോ കഴിഞ്ഞിട്ട് അന്ന് പലപ്പോഴും സിനിമകളൊക്കെ തന്നെ 1ഉം 2ഉം തവണ ഓഡിയൻസ് പോയി കാണുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പം ഇനി രണ്ടാമതൊന്നുകൂടെ കാണണം എന്ന് അന്വേഷിക്കുകയോ കാലം കഴിഞ്ഞിട്ട് വീണ്ടും അതിനൊരു ഓഡിയൻസിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു രംഗം നമ്മുടെ ഇപ്പോഴത്തെ സിനിമകൾക്ക് ഇത് അന്നത്തെ ഒരു കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന എൻജോയ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് ഇത് നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്ത പണം ഇമ്മീഡിയറ്റായിട്ട് തിരിച്ചു കിട്ടുന്ന ഇപ്പം ഡിജിറ്റൽ വന്നപ്പോൾ 2000 തിയേറ്ററുകളിൽ ഒരുമിച്ച് റിലീസ് ചെയ്യാനൊക്കെ ഉള്ള സന്ദർഭം ഉള്ളതുകൊണ്ട് ഒരു ആൾക്കാരിലേക്ക് നല്ലത് എന്ന് അല്ലെങ്കിൽ ചീത്ത എന്ന് ആൾക്കാർ തിരിച്ചറിയുന്നതിന് മുമ്പ് അവർ പണം എത്തിക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അതേസമയം ഈ പോപ്പുലർ അല്ലാതെ മീനിങ് ഫുള്ളായിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ പല പടങ്ങളും വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെയും കൂടെ ഒരു സന്ദർഭമായിട്ടാണ് ഈ മാർക്കറ്റ് കാണുന്നത്.